നീ സിനിമാറ്റിക് ഡാൻസിനാണ് പേര് കൊടുത്തത്. അത് അടുത്ത ആഴ്ച. ഈ വയ്യാത്ത കാലം വെച്ചിട്ട് വെറുതെ അതിന്റെ ഇടയിലൊന്നും പോകാൻ കണ്ടല്ലോ. യുവന്മാർക്കാണെങ്കിൽ ഒരു ബുദ്ധിയില്ല. വിജയേട്ടാ ഒരു നല്ല കാര്യത്തിൽ പറയുന്നു. ക്യാപ്റ്റന്റെ കയ്യിൽ തല്ലു വാങ്ങാൻ പോകണോ? നല്ല കാര്യം. ഇന്ന് വൈകിട്ട് പാർട്ടി മീറ്റിംഗ് ഉള്ളതാ. ഞാൻ എത്തിക്കോളാം. ആദ്യം ഞാൻ ഈ പ്രാദേശിക പ്രശ്നം തീർത്തോട്ടെ. നിങ്ങളെല്ലാവരും കൈയടിച്ചോണ്ട് നിന്നോ. രണ്ടെണ്ണം അവിടെ തല്ലിച്ചാവുമ്പോ വിജയേട്ട വന്ന് കണ്ടില്ലേ? എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ വന്നിട്ട് ഗുസ്തി പിടിക്കണം. പിടിച്ചു മാറ്റില്ല, തീരുമാനത്തിലെത്തട്ടെ. ഇതാണ് ഈ നാടിന്റെ പ്രശ്നം. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഗുസ്തിയാ. അല്ലോ ചേട്ടാ, ഞാൻ ഒരു 100 പ്രാവശ്യം ഈ ബാലറ്റിനോട് പറയണേ പിരിവിട്ട് വാങ്ങിച്ച ബോളിൽ തുപ്പലേക്കരുന്നു. അപ്പൊ നീ ബോൾ ഇവിടെ ഇട്ട് വരയ്ക്കുന്നു. ഇവിടെ ഇട്ടോടെ എനിക്ക് സ്വിംഗ് കിട്ടുള്ളൂ. എനിക്ക് തുപ്പലിട്ടാൽ എനിക്ക് ഗ്രിപ്പ് കിട്ടു. നിനക്ക് സ്വിംഗ് വേണമെങ്കിൽ എനിക്ക് ഗ്രിപ്പും. എല്ലാവരും കൂടി പിരിവിട്ട് വാങ്ങിയ ബോൾ ആയതുകൊണ്ടാ ഓരോ ദിവസവും ഓരോരുത്തർ വീട്ടിൽ വെക്കാന്ന് പറഞ്ഞത്. ഇതുപോലെ തല്ലു പിടിക്കാനാണെങ്കിൽ ബോളിനോട്ട് ക്ലബ് വെച്ചാൽ അല്ലേ ഒരു ബോളും കൂടി വാങ്ങിക്കോളി. നിന്റെ അച്ഛൻ തരൂ കാശ്. അല്ലോ ചേട്ടാ, പോയ കാര്യം എന്തായി? എന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായി സ്നേഹ ജ്വല്ലേഴ്സ് നമുക്ക് ജേഴ്സി സ്പോൺസർ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു കളിയെങ്കിലും ജയിക്കാം. അത് നടക്കുന്നല്ല, ജയിക്കൂല. അല്ല, ഇന്നത്തെ കളി പാരം കൂടിയാ. അത് 11 bullets കൈനഗിരി. അപ്പൊ എന്തായാലും ജേഴ്സി പിരിവിട്ട് മേടിക്കേണ്ടി വരും. 60 രൂപയുടെ ബോൾ പിരിവിട്ട് വാങ്ങിയിട്ട് ഇടി വരെ തീർന്നില്ല. അപ്പോൾ അവരെ ജേഴ്സി അപ്പൊ പിന്നെ ജേഴ്സി ഇടാതെ കളി കിടക്കേണ്ടി വരും. അല്ല, ജേഴ്സി വാടക എടുക്കാനായി ഞാൻ കൊല്ലമച്ചാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജേഴ്സി അല്ല, ജയമാണെന്ന് കൂടുതൽ. അതാണ് നടക്കാത്ത കാര്യം. ഈ 11 bullets കൈനഗിരി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചില്ലറ ടീമൊന്നുമല്ല. കേരള പോലീസിനെയും മാമ്പാട് മാച്ചോസിനെയും പുട്ടുപോലടിച്ച ടീമാണ്. ഫിറോസ് ആണ് ക്യാപ്റ്റൻ. അറിയാലോ, കീട്ടിലനാണ്. ഗ്രൗണ്ട് തീരെ പറ്റില്ലല്ലോ, കുറച്ചും കൂടി ഡ്രൈ ആവണ്ടേ. അതിവിടെ ഒരു പട്ടി മൂത്ര വെച്ചിട്ടേനാ. എവിടെ ചിയർ ഗേൾസ്? ആ ചെറു പോരാൻ പോണ സ്ത്രീകളാണ് നിങ്ങളുടെ ചിയർ ഗേൾസ്. അതൊക്കെ പോട്ടെ, ആരാണ് ഈ ക്യാപ്റ്റൻ? ഞാനാ വിജയൻ. ഈ ലുക്കട ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണെന്നല്ല ചോദിച്ചത്. ഈ മനത്തുവയിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നവർ അടിച്ചോടിക്കുന്ന ഒരു ഫയൽമാൻ, ഗുസ്തിക്കാരൻ ക്യാപ്റ്റൻ ഇല്ലേ, അയാൾ ആരാണെന്ന്? അത് പിന്നെ അവന്റെ അച്ഛനാ. നിന്റെ അച്ഛൻ ഭയങ്കര പ്രശ്നക്കാരനാണെന്നല്ലോ നാട്ടുകാർ പറയണത്, ശരിയാണോ? ശരിയാ. റിസ്ക് എടുക്കാൻ ഫിറോസിന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, മാംസത്തിൽ മണ്ണ് പറ്റണത് എനിക്കിഷ്ടമല്ല, പേടിയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കൊണ്ട് അവിടെ വരില്ലെന്ന് ഉറപ്പ് തരാതെ ഞങ്ങൾ ആരും പുറത്തിറങ്ങുന്ന പ്രശ്നമില്ല. പൊന്ന് ഫിറോസേ. നോ, കിടലൻ ഫിറോസ്. എന്റെ പൊന്ന് കിടലൻ ഫിറോസേ. ക്യാപ്റ്റന്റെ അവസാനത്തെ ശിഷ്യനുമായിട്ട് ഗുസ്തി ടൂർണമെന്റ് പോയിരിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് നാളെ വരൂ. എടാ ദാസ, നീ ആ ജാനപ്പനെ വിളിച്ച് അമ്മാവൻ വരുമല്ലോ ഒന്നുകൂടി ഉറപ്പിച്ചേ. ശരി മോനെ. ക്യാപ്റ്റൻ അപ്പുറത്തുണ്ട്. എന്താണോ കാര്യം? രവിയേട്ടാ, ഇന്ന് നിങ്ങൾ തിരിച്ചു വരുമോ? രാത്രിയിലത്തേക്ക് ചോറിന് അരിയിടണോന്ന് അറിയാനാ. ഞങ്ങൾ ഈ കപ്പടിച്ചിട്ട് നാളെയേ വരൂ. എന്നാ പിന്നെ രാവിലെ കപ്പയൊലത്തിയതായാലോ? താൻ എന്തെങ്കിലും ഒന്ന് ഒലത്ത്. ഇവിടെ കപ്പടിക്കാൻ നേരത്തെ അവന്റെ കപ്പ. അതെ, അവര് കപ്പയൊലത്തിയിട്ട് അല്ല, കപ്പടിച്ചിട്ട് രാവിലെ വരുവുള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് കളിച്ചോ. നിർത്ത്, ഇവിടെ ചോട്ടെ. ക്രിക്കറ്റ് കളിയേ ഇന്നലെ തുടങ്ങിയതല്ല മോനെ. സച്ചിൻ ഈ കൊലമച്ചാൻ പോയിട്ട് എന്തെങ്കിലും കാര്യം ഇതുവരെ നടക്കാണ്ടിരുന്നിട്ടുണ്ടാടാ. പോലോ വേറെ ടീമിന്റെ പേര് ജയിച്ചൊന്നല്ലോ. ഒരാക്കടം പേരില്ല, 3-4 കടയിൽ കയറി ഒരേപോലെ 11 എങ്ങും കിട്ടാനില്ല. അവസാനം ചമയത്തിലെ മന്മഥൻ ചേട്ടന്റെ കടയിൽ കയറി 10 ഒരേപോലത്തെ കളർ കിട്ടി. നടുക്ക് നിന്ന് കളിക്കണക്ക് വേറെ കളറായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞേ ഉണ്ടോ? നടുക്ക് നിന്ന് കളിക്കുന്ന ആൾക്കാർ ആടാ നടുക്ക്. ഞാൻ എടുക്കട്ടെ. കണ്ട, ഇതാണോ ജേഴ്സി? എടാ ഇതെങ്കിലും കിട്ടിയല്ല, നല്ല കളർഫുള്ള് കളിയായിരിക്കൂടാ. നീ സിനിമാറ്റിക് ഡാൻസിനാണ് പേര് കൊടുത്തത്. അത് അടുത്ത ആഴ്ച. തീരെ കളർ സെൻസ് ഇല്ലാത്തവന്മാർ. Let's show some fucking moves. Come on, get ready.
അഞ്ചുന്നൊരു നാടുണ്ടെങ്ങ് കണ്ണാടിക്കല് പേരാണ്. അടിതട ചോടും വരുതിയിലാക്കിയ വീരുതന്മാരുടെ ഊരാണ്. പോരിനിറങ്ങിയ നേരത്തെല്ലാം വീര്യം കണ്ടത് നേരാണ്. കൊമ്പുകുലുക്കിയ വമ്പന്മാരിൽ മുൻപേയുള്ളിവൻ ആരാണ്? അപ്പൊ ഞാൻ ഔട്ടാ. സിക്സ് അല്ലേ അയാളെ ഞങ്ങളുടെ ആളൊന്നുമല്ല.